Hello dears, എല്ലാവർക്കും സൈലത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മിസ്സിന്റെ പേര് ശ്രീഭാമ എന്നാണ്. അപ്പോൾ എല്ലാ മക്കളും എന്താണ് അടിപൊളിയായിട്ട് പഠിക്കാൻ തുടങ്ങിയില്ലേ? നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഒക്കെ മിസ് എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. കാണാത്ത മക്കളൊക്കെ എന്ത് ചെയ്യണം? പോയിട്ട് കാണണം. വീഡിയോ ഒക്കെ മാക്സിമം എല്ലാവർക്കും ഷെയർ ഒക്കെ ചെയ്യണം. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതും ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലായിരുന്നു. അതിൻ്റെ കുറച്ച് ബാക്കി തന്നെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാല്ലേ അതെന്താണ് ഇങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഓടി ഒന്ന് നോക്കാല്ലേ? യെസ്, റെഡി. അപ്പം നമ്മളെപ്പോഴും എന്താണ് ഫുഡീസ് ആണല്ലേ? നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ? മിസ്സിന് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് ഫുഡ് കഴിക്കുക. നമുക്ക് ബോറടിക്കാത്തൊരു പരിപാടിയാണ് എപ്പോഴും ഫുഡ് കഴിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക? നമ്മുടെ അമ്മമാർ എന്താ പറയുക സുഖമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് ഉണ്ടാക്കി തരും അല്ലേ? അമ്മയോട് പറയും ഇന്ന് ഇത് മതി ഇന്ന് അത് മതി എന്ന് പറഞ്ഞ് നമ്മളൊന്ന് ഓർഡർ ചെയ്യും. അപ്പോൾ അമ്മ എന്ത് ചെയ്യും? പാവം ഉണ്ടാക്കി തരും അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തന്നെ ഇടയ്ക്ക് എന്ത് ചെയ്യും? മിസ്സിൻ്റെ കുഞ്ഞു മക്കളായതുകൊണ്ട് മക്കൾ ഉണ്ടാക്കുമെന്ന് മിസ്സിന് അറിയില്ല. നമ്മൾ തന്നെ ഇടയ്ക്കൊക്കെ കുറച്ച് പോയിട്ടൊക്കെ പ്രിപ്പയർ ഒക്കെ ചെയ്യും അല്ലേ? അപ്പം നമ്മൾ മനുഷ്യന്മാർക്ക് എന്താണ് ഫുഡ് ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് തന്നെ പറ്റും. നമുക്ക് വേറെ ആരുടെ ഹെൽപ്പൊന്നും വേണ്ട. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഫുഡ് ഉണ്ടാക്കൽ അല്ലേ? അപ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? പ്ലാന്റ്സ് ആണ് അല്ലേ? വെജിറ്റബിൾസ് വേണം. എപ്പോഴും നമ്മൾ എന്താണ് എന്തെങ്കിലും വെജിറ്റബിൾ ഇല്ലാണ്ട് ഒരു ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മളൊരു അരി എന്താ പറയുക ഒരു ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിൽ പോലും എന്താണ് അരി വേണം. അത് എവിടെ നിന്ന് കിട്ടുക? നെല്ലിൽ നിന്നാണ് കിട്ടുക. അങ്ങനെ എപ്പോഴും നമ്മൾ പ്ലാന്റ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാവം പിടിച്ച പ്ലാന്റ്സ് ഉണ്ടല്ലോ അവർക്ക് എങ്ങനെയാണ് ഫുഡ് കിട്ടുന്നത്? നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കഴിക്കുമെന്ന് പറയാം. പ്ലാന്റ്സിൻ്റെ കേസിൽ എങ്ങനെയാണ് അവർക്ക് ഫുഡ് കിട്ടുന്നത്? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അല്ലേ സസ്യലോകത്തെ അടുത്തറിയാമെന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ലൈവിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമുക്ക് ഇപ്പോഴും അറിയണം, എപ്പോഴും അറിയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. റെഡി? അപ്പോൾ നമുക്ക് നോക്കാം അതിന് എന്താ പറയുക. ആ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ ഇലകളിൽ വെച്ച് സസ്യങ്ങളുടെ ഇലകളിൽ വെച്ചിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എന്ന്. ആദ്യം തന്നെ എന്ത് ചെയ്യും? നമ്മുടെ സണ്ണല്ലേ സൺലൈറ്റ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സൺലൈറ്റ് ഇല്ലാണ്ട് ഒരു പരിപാടി ഇവിടെ നടക്കില്ല അല്ലേ? യെസ്. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് നമ്മുടെ സൂര്യപ്രകാശം വേണം. പിന്നെ നമുക്ക് വാട്ടറും മിനറൽസും ഒക്കെ വേണ്ടേ? സസ്യങ്ങൾക്കും ദാഹിക്കൊക്കെ ചെയ്യുക. അപ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? വാട്ടറും മിനറൽസും വേണം. അത് ഇവരുന്ന കിട്ടുന്നത് വേരിൽ നിന്നാണ് അവർ വലിച്ചെടുക്കുന്നത്. ആ വേരുകൾ എന്ത് ചെയ്യുന്നു? നേരെ നമ്മുടെ ഇലഭാഗത്തോട്ട് അല്ലേ ഇലകളിലോട്ട് എന്ത് കൊടുക്കുന്നു? ഈ സംഭവം അങ്ങോട്ടേക്ക് കൊടുക്കുന്നു. റെഡി? അത് കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫുഡ് ഉണ്ടാക്കുന്നത്. പ്രകാശ സംശ്ലേഷണം ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് വേണ്ട കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഹരിതകം എന്ന് പറയുന്നത് ഗ്രീൻ കളർ നമ്മുടെ ഇലകൾക്ക് ഗ്രീൻ കളർ കൊടുക്കുന്ന ഹരിതകം ക്ലോറോഫിൽ അതിന് ആവശ്യമായിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഇലകളിൽ കുഞ്ഞു പോസ് ഉണ്ട് അല്ലേ? കുഞ്ഞതായിട്ടുള്ള സുഷിരങ്ങളുണ്ട്. ആ സുഷിരങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഓക്സിജൻ അവർ പുറത്തോട്ട് വിടുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നുണ്ട്. വാട്ടർ ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ചെയ്തിട്ട് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. ആ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിന് നമ്മൾ പറയുന്നതാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ആ ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണ്? അന്നജമായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ വൃത്തിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. കണ്ടോ? സൂര്യപ്രകാശം വേണം, ഹരിതകത്തിൻ്റെ പ്രസൻസ് വേണം, കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലോട്ട് എടുക്കുന്നു, ഓക്സിജൻ പുറത്തോട്ട് വിടുന്നു, ജലം ഇവിടുന്ന് എടുക്കുന്നു. അപ്പോൾ നമുക്കിത് വേഗം ഓടി വായിച്ചു നോക്കിയാലോ? റെഡി അല്ലേ? നമുക്ക് വായിച്ചു നോക്കാം. സസ്യങ്ങൾ വേരിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നുണ്ട്. നമുക്കറിയാം അല്ലേ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഈ വെള്ളത്തിൽ പലതരം ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകം സസ്യം വലിച്ചെടുക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണ്? ഘാന അല്ലേ? യെസ്, ഫുഡിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇലകളിൽ വെച്ചിട്ടാണ് ആഹാര നിർമ്മാണം നടക്കുന്നത്. ഈ പ്രവർത്തനത്തെ നമ്മുടെ മെയിൻ ആളാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇത് നടക്കണമെങ്കിൽ എന്ത് വേണം? മിസ് പറഞ്ഞ പോലെ ഹരിതകത്തിന്റെ പ്രസൻസ് വേണം എന്ന വർണ്ണവസ്തുവാണ് ഒരു ഹരിതകം എന്ന് പറയുന്നത്. അതും സൂര്യപ്രകാശവും ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി അല്ലേ? പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നം നമുക്ക് കിട്ടുന്നത് എന്താണ്? ഗ്ലൂക്കോസ് ആണ് കിട്ടുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്? നേരെ അവരെ മാറ്റിയിട്ട് എന്താക്കുന്നുണ്ട്? ഗ്ലൂക്കോസ് അന്നജമാക്കി മാറ്റുന്നുണ്ട്.
റെഡി അല്ലേ? പിന്നെ ഇതാ ഇവിടെ പറയുന്നുണ്ട് ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട്. പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്? നമ്മുടെ ഗ്ലൂക്കോസും അതേപോലെ ഓക്സിജനുമാണ് ഉണ്ടാകുന്നത്. ഈ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? പകൽ സമയത്ത് അവർ പുറത്തോട്ട് വിടുകയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എന്താ, നമ്മളിങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടുന്ന പോലെ ഈ ഫോട്ടോസിന്തസിസിന്റെ സമയത്ത് അവർ പുറത്തോട്ട് വിടുന്നത് എന്താണ്? നമ്മുടെ ഓക്സിജൻ ആണ് പുറത്തോട്ട് വിടുന്നത്. അങ്ങനെ സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്, അടിപൊളി ആൾക്കാരാണ്, ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവരെ സ്വപോഷികൾ എന്നാണ് പറയുന്നത്, അഥവാ ഓട്ടോട്രോപ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ പറയുകയാണെങ്കിൽ മെയിൻ ഐറ്റംസ് ഏതൊക്കെയാണ്? നമ്മൾ മിസ് പറഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ടിട്ട് പോവാം. യെസ്, പ്ലാന്റ്സ് അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദിയർ അറ്റ്മോസ്ഫിയർ ടു ദ മിനിറ്റ് പോർസ് പ്രസന്റ് ഇൻ ദ ലീവ്സ്. നമ്മൾ ആ മിനിറ്റ് പോറിന് പറയുന്നത് ആസ്യരന്ധ്രം അഥവാ സ്റ്റൊമാറ്റ എന്നാണ് പറയുന്നത് കേട്ടോ. റെഡി? അപ്പൊ all these are done by preparing food. Preparation of food take place in the leaves. ഇലകളിൽ വെച്ചാണ് നടക്കുന്നത്. Process is called photosynthesis. Sunlight is essential for that, and pigment like chlorophyll is also essential for that. Photosynthesis. And then the product of photosynthesis is glucose and oxygen also form along with this, and it is released during daytime. The glucose then converted into എന്തായിട്ട് മാറുന്നു? Converted into starch ആയി മാറുന്നു. അങ്ങനെ ഉണ്ടാവുന്നത് നമ്മൾ സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരിനെ എന്ത് പറയുന്നു? ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നു. റെഡി? അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമുക്കിത് പറയാനുള്ളത്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. എന്താ അത്? ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം. അപ്പൊ ഇതുപോലെയുള്ള വേറെ വീഡിയോസ് ആയിട്ട് മിസ് അടുത്ത വീഡിയോയിൽ മക്കളെ കാണാൻ വേണ്ടിയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.